നമുക്ക് ആ മുടിയൊന്ന് മൊത്തത്തിൽ കാണിച്ചു തരും എനിക്ക്. തിരിച്ചു കെട്ടാൻ പാടുണ്ടോ? ഇല്ല. ഇതിന്ന് എന്ത് സുഖമാ കിട്ടുന്നേ? അല്ല എനിക്കൊരു തോന്നുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ ചെയ്യുന്ന ഒരാളാണോ? കഞ്ചാവ് വലിക്കാറുണ്ടോ? പരിപാടിയില്ല. വൈബിന് വേറെ എന്തെങ്കിലുമൊക്കെ? ഒന്നുമില്ല. പക്ഷെ നിന്നെ കാണുമ്പോ എല്ലാവർക്കും ഒരു തോന്നല ഇഷ്ടമില്ലാത്തോണ്ടാണോ പഠിക്കാൻ? അത് പഠിച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നിട്ടാണോ? എനിക്ക് തോന്നി വേണ്ട മതിന്ന് വെച്ചു. അപ്പൊ അമ്മയൊന്നും പറയാറില്ലേ? അമ്മ നിന്റെ ഇഷ്ടം നിന്നെ ചെയ്യാൻ പറഞ്ഞു. നല്ല സപ്പോർട്ടീവായ ഒരമ്മ അല്ലേ? എന്റെ അമ്മയ്ക്കാണെങ്കിൽ തല്ലിക്കൊന്നിട്ടുണ്ടാവും എന്നെ. നെഞ്ചിനകത്ത് ലാലേട്ടൻ ഒളിച്ചിരിക്കുന്നുണ്ട്. ഈ മുടി എന്ന് വെട്ടും വിചാരിച്ചല്ലേ വെട്ടാൻ? പ്ലാനേ ഇല്ലേ വെട്ടാൻ? ഇനി ഇത് വളർന്ന് വളർന്ന് എന്താവും? തലയില് ഫുള്ള് ചട പിടിച്ചു, ഉള്ളില് മൊത്തമായിട്ട് ഹെയറില് ഇവിടെ തലോട്ടി മുതൽ നൈസായിട്ട് ചട പിടിച്ചു. അത് കട്ട് ചെയ്ത് എടുത്തപ്പോ ഒരു ഞളക്കം പോലെ തലയുടെ ടാസ്കിലേക്കൊക്കെ ചാടി പോകുന്നുണ്ടല്ലോ പോലെ. എന്നിട്ട് ഡോക്ടറെ കണ്ടോ? പനങ്കുല പോലത്തെ മുടിയുള്ള, മൂക്കിലൊരു മൂക്കുത്തിയുള്ള, കാതിൽ കമ്മലിട്ട, പൊട്ടൊക്കെ തൊട്ടിട്ടുള്ള ഒരു സുന്ദരൻ ചെക്കന്റെ കൂടെയാണ് ഞാൻ ഇന്നിരിക്കുന്നത്. ഞാൻ ഈ സുന്ദരൻ ചെക്കൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എത്ര പേർ എന്റെ ഒപ്പം യോജിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഓരോരുത്തർക്കും അവരുടേതായ സൗന്ദര്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ എന്റെ കണ്ണിൽ അവനൊരു സുന്ദരനായതുകൊണ്ടാണ് സുന്ദരൻ എന്ന് തന്നെ വിളിക്കുന്നത്. വിഷ്ണു റാമിന്റെ ഒപ്പമാണ് ഉള്ളത്. വിഷ്ണു നമസ്കാരം. നമസ്കാരം. വിഷ്ണു, എനിക്ക് വിഷ്ണുവിനോട് ആദ്യം ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് ഈ നെഗറ്റീവ് കമന്റ്സിനെ ചെറുക്കാനുള്ള വിൽ പവർ വിഷ്ണുവിന് കിട്ടുന്നത്? എന്നുവെച്ചാ ഞാൻ ആ വിഷ്ണുവിന്റെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കുമ്പോ എന്റെ ഈശ്വര എനിക്ക് തന്നെ സങ്കടം വരുന്ന ഒരു പോയിന്റിലാണ് ഞാൻ നിൽക്കുന്നത്. സോ വിഷ്ണു എങ്ങനെയാ അതിനെ ഫേസ് ചെയ്യുന്നത്? അത് അറിയാൻ വേണ്ടിട്ട് മാത്രമാണ് ഞാൻ വിഷ്ണുവിന്റെ ഇന്റർവ്യൂവിന് വിളിച്ചു വരുത്തിയത് തന്നെ. അവരിങ്ങനെ നെഗറ്റീവ് കമന്റ് ഇടുമ്പോ എന്നും കാണുന്നുണ്ട്, ഞാൻ കാണുന്ന നെഗറ്റീവ് കമന്റ്. നമുക്കൊരു ഇൻട്രസ്റ്റ് കൂടണം വീണ്ടും ഇടാൻ വീഡിയോസ്. ആ നെഗറ്റീവ് കമന്റ് കാണുമ്പോഴാണോ വീഡിയോ ഇടാൻ തോന്നുന്നേ? ഇൻട്രസ്റ്റ് കൂടണ്. അവര് പറയട്ടെ നമുക്ക് ബന്ധിട്ട് അതാ. ഇപ്പൊ നമ്മുടെ നാട്ടില് നമ്മൾ മലയാളികൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് പറയും. ഇപ്പൊ ഈ സത്യഭാമയുടെ വിഷയം വന്നു. ആ സമയത്ത് സത്യഭാമയ്ക്കെതിരെ എന്ത് തെറിവിളിയായിരുന്നു ഇവിടെ, ബഹളമായിരുന്നു. അപ്പുറത്തെ ആറവിളി രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് വളരെ പ്രശ്നമായിരുന്നു. പക്ഷെ ഇതൊക്കെ തന്നെയല്ലേ അവര് വിഷ്ണുവിനോടും കാണിക്കുന്നേ അല്ലേ? അപ്പൊ വിഷ്ണുവിന് എന്താ തോന്നുന്നേ? അല്ല ഞാനിതിലൊന്നും ചെയ്യണില്ല, എല്ലാവരും ചെയ്യണതിന് ഞാൻ ചെയ്യണല്ലോ. ഇവരെന്തിനാ തെറി വിളിക്കണേന്ന് എനിക്കറിയില്ല. വിഷ്ണുവിന്റെ അത്ര ഒരു സൗന്ദര്യത്തിന്റെ കോൺസെപ്റ്റ് അവർക്ക് ഇല്ലാത്തത് കൊണ്ടായിരിക്കും. എത്ര കാലമായി വിഷ്ണുവിന്റെ മുടിയാണ് വിഷ്ണുവിന്റെ ഹൈലൈറ്റ്? അപ്പൊ എത്ര കാലം മുടിയെ കുറിച്ച് പറഞ്ഞു നമുക്ക് തുടങ്ങാം. ഒരു 4-5-6 വർഷമായി. ശരിക്കും ഇത്ര ലെങ്ത് ഉണ്ടോ അതോ എക്സ്റ്റൻഷൻസ് എന്തെങ്കിലും ഉണ്ടോ? എക്സ്റ്റൻഷൻ ഇല്ല. നമുക്ക് ആ മുടിയൊന്ന് മൊത്തത്തിൽ കാണിച്ചു തരും എനിക്ക്. തിരിച്ചു കെട്ടാൻ പാടുണ്ടോ? ഇല്ല. ഇത് മൊത്തം ഒറിജിനൽ ഹെയർ ആണോ? ഇത് ഒറിജിനൽ ഹെയർ ആണ്. നൈസായിട്ട് വലിച്ചോട്ടെ, വലിച്ച പോരോ? ഇത് മുടിയാണ്. മുടിയാ. ഇത്ര മുടി ആദ്യം വളർത്തിയിട്ട് പിന്നെ ഇങ്ങനെ ആക്കുമായിരുന്നോ? അങ്ങനെ ആക്കിയതാ, ആക്കിയെടുത്തതാ. എന്തായിരുന്നു അതിന്റെ പിന്നിലുള്ള ഒരു കഷ്ടപ്പാട്? കൂട്ടുകാരന് ചെയ്തന്നെ. അവനൊരു കഷ്ടപ്പാടുണ്ടായിരുന്നു. കൊറേ ടൈം എടുത്ത് ചെയ്തന്നാ എനിക്ക് വേണ്ടിട്ട്. ഇങ്ങനെ ആക്കാൻ വേണ്ടിട്ട് വളർത്തിയതാണോ മുടി? അതെന്താ ഇങ്ങനത്തെ മുടിയോട് ഒരു പ്രത്യേക ഇഷ്ടം? ഇങ്ങനെ എന്താന്നറിയില്ല, അതിന് ഇഷ്ടായി. മോട്ടിവേഷൻ ഒക്കെ ഉണ്ടോ? പുറത്തെ ആൾക്കാരൊക്കെ കണ്ടിട്ട് മുടി ചെയ്യുന്നത് അത് ചെയ്യുന്നു. നമ്മുടെ അങ്ങനെ കാണാനില്ലല്ലോ. ഒരു വെറൈറ്റി ആയിട്ട് ഒരു അറ്റൻഷൻ കിട്ടാനുള്ള അങ്ങനെയാണ്. ഇപ്പൊ എങ്ങനെയാ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ? എങ്ങനെയാ? സാധാ ഷാമ്പും കണ്ടീഷണറും. ഈ മുടി എപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ ഇരിക്കുക? ഇങ്ങനെ ഒറ്റയായിട്ട് ഇരിക്കും. അപ്പൊ നമ്മള് ഷാമ്പു ചെയ്യുമ്പോൾ ഈ വടി പോലെ നമ്മൾ ഷാമ്പു ചെയ്തെടുക്കണ്ടേ? അത് പാടല്ലേ? സാധാ പോലെ കുളിച്ചെടുക്കും, ഇത്തിരി ടൈം എടുക്കും. ഈ ഉറങ്ങുമ്പോഴൊക്കെ തലോണയുടെ ആവശ്യകത വരാറുണ്ടോ? പിന്നെ അത് വേണം. അല്ല ഇത് ഇത്ര ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചാ. അഴിച്ചിട്ടിട്ടാ കിടക്കാം. ഈ അമ്മയാണ് വീട്ടിലുള്ളത് എന്ന് ഞാൻ കണ്ടു. അമ്മ എന്താ പറയുന്നത് ഈ മുടിനെ കുറിച്ചിട്ട്? അമ്മ മുമ്പ് പറഞ്ഞിരുന്നു വെട്ടാനും കാര്യങ്ങളൊക്കെ. പിന്നെ അത് പറയണ്ടേ, ഇങ്ങനെ തന്നെയാവും. നന്നാവില്ലെന്ന് വെച്ചിട്ടുണ്ടാവും. വിഷ്ണുവിന്റെ കൂട്ടുകാര് അവരൊക്കെ എങ്ങനെ സപ്പോർട്ടാണോ? പിന്നാണ് സപ്പോർട്ടാണ്. അവരാണ് ഒരു ഊർജം. ഈ കമന്റ് ഒക്കെ കാണുമ്പോ വിമാനത്തിന്റെ താഴെ പോയിട്ട് തിരിച്ച് കമന്റ് ഇടുന്ന സ്വഭാവമൊക്കെ ഉണ്ട് അവർക്ക്? ഉണ്ട്. ഇന്നാള് കൂട്ടുകാരായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ലേ, അവർ രണ്ടുപേരും നമ്പർ കൊടുത്തിട്ട് വിളിയോട് ഞങ്ങടും ഇടും. ചീത്ത വിളിയോ? കൊള്ളാം. വിഷ്ണുവിനെ പേഴ്സണലി വിളിച്ചിട്ട് ആരെങ്കിലും ബഹളം വെക്കുന്നുണ്ടോ? ഇല്ല, മെസ്സേജ് ഇല്ല. മെസ്സേജ് ഒന്നുമില്ല.
ഈ കമന്റിൽ ഇടുന്ന ഇവർക്ക് എന്തിന്റെ പ്രശ്നമാണെന്ന് ചിന്തിക്കാറില്ലേ? അതെന്നാ ചിന്തിക്കാറുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് ഇല്ല. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പൊ വൈറലാവാൻ വേണ്ടി എന്തൊക്കെയൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാരെ കുറ്റം പറയുക, അല്ലെങ്കിൽ ആൾക്കാരെ ഉപദ്രവിക്കുന്ന രീതിയിൽ വരെ പോയിക്കൊണ്ടിരിക്കുമ്പോ വിഷ്ണു അങ്ങനെ ഒന്നും ചെയ്തതായി ഞാൻ വിഷ്ണുവിന്റെ വീഡിയോകളിലൊന്നും കണ്ടിട്ടില്ല. അവര് തെറ്റുപോലെ അങ്ങോട്ട് പറഞ്ഞില്ല, അവര് ഇഷ്ടം പോലെ പറയുന്നുണ്ട്. ഇന്നുവരെ ഞാൻ റീപ്ലൈ ഒന്നും കൊടുത്തില്ല. ഈ മൂക്കുത്തിയൊക്കെ എത്ര കാലായി? ഇത് കുറച്ചാളായില്ലോ. കുറച്ചു കാലമായിട്ടുള്ളൂ. അതെ, മൂക്കുത്തിയോടുള്ള ഇഷ്ടം ഇങ്ങനെ ഒരു അറ്റൻഷന് വേണ്ടി തന്നെയാണോ? എനിക്കത് ഇഷ്ടം തോന്നി. ഞാൻ ഇവിടെ വേണ്ടേ, അത് ഞാൻ അയച്ചു. ഞാനത് ചോദിക്കാൻ വരികയായിരുന്നു. സ്റ്റെഡ് അയച്ചു. അത് ഇട്ടപ്പോ മൊത്തത്തിൽ എത്ര സ്റ്റെഡ് ഉണ്ടായിരുന്നു? 4 ഉണ്ടായിരുന്നു. ഇനി അടുത്ത വിഷ്ണുവിന്റെ ഹൈലൈറ്റ് ചെവിയാണ്. ചെവിയിൽ ഒരു ഓട്ട തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വിഷ്ണു. ഇത് വിഷ്ണുവിന്റെ ക്രിയേറ്റിവിറ്റിയാണ്. ഈ ഉള്ളിലിട്ടിരിക്കുന്നത് കമ്മലാണോ അതെന്തെങ്കിലും വളയം പിടിച്ചിട്ടാണോ? എപ്പൊ എവിടുന്ന വാങ്ങുന്നേക്കെ? ഇത് ഗോവന്ന് കിട്ടും. അപ്പൊ ഇത് പിന്നെ അവിടെ നിന്ന് വാങ്ങിയിട്ട് പിന്നെ വലിയ ഇത് കിട്ടാൻ വേറെ കടീൻ്റെ തൃശ്ശൂർ കടീൻ്റെ അവിടെ നിന്ന് 2000 എടുത്തിട്ട്. എത്ര രൂപയാ കമ്മലിന്? 10,450. അത്രേ ഉള്ളൂ. ഈ കാത് ഇങ്ങനെ ആക്കുമ്പോ വേദനിച്ചില്ലേ? വേദനിക്കാവോ എനിക്കങ്ങനെ തോന്നിയില്ല. എത്ര വർഷം അല്ലെങ്കിൽ എത്ര സമയം എടുത്തു ഇത്ര വലിയൊരു ഓട്ടയും ഉണ്ടാക്കിയെടുക്കാൻ? ഒരു 3 ആഴ്ച. 3 ആഴ്ച വിഷ്ണു ഒറ്റയ്ക്ക് തന്നെ വലുതാക്കി എടുത്തത്. ഇതിന്ന് എന്ത് സുഖമാ കിട്ടുന്നേ? അല്ല, ഇതെനിക്കൊരു തോന്നിയായിരുന്നു തോന്നുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ ചെയ്യുന്ന ഒരാളാണോ? ആന്ന്. ഈ കമ്മല് കണ്ടപ്പോഴും അമ്മ ഒന്നും പറഞ്ഞില്ലേ? ഒന്നും പറഞ്ഞില്ലേ? ഇപ്പൊന്നും പറയാറില്ല. വിഷ്ണുവിന്റെ അമ്മേനെ എനിക്കൊന്ന് കാണണം ഒരു ദിവസം. എനിക്ക് അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണം വിഷ്ണു. അമ്മ എങ്ങനെയാ പൊതുവേ? ഒരു മോനേ ഉള്ളോ? അപ്പൊ ഈ താലോലിച്ച് വളർത്തിയതിന്റെ ആണോ? അല്ല. ഇപ്പൊ റീൽസ് ഒക്കെ കാണാറുണ്ടോ അമ്മ? കാണാറില്ല. വിഷ്ണു കാണിച്ചു കൊടുക്കാറൊന്നുമില്ലേ അമ്മയ്ക്ക്? ആദ്യമായിട്ട് എപ്പോഴാ ഈ റീലൊക്കെ എടുത്തു തുടങ്ങുന്നേ? റീൽസ് എടുത്ത് തുടങ്ങിയിട്ട് ടിക്ടോക്ക് ഉള്ളപ്പോ ഇടുന്നതാ. പിന്നെ ഇത് പിന്നെ റീൽസ് വന്നു പിന്നെ അങ്ങനെ ചെയ്തിട്ട് തുടങ്ങി. ഈ വിഷ്ണുവിന് റീൽസിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ ഒരുപാട് പ്രപ്പോസൽസ് കിട്ടുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ചെറുതായിട്ട് ഒരു ദിവസം അല്ലെങ്കിൽ എത്ര പ്രപ്പോസൽ വരെ കിട്ടിയിട്ടുണ്ട്? 3 4. അപ്പൊ എന്താ ഓൾറെഡി ഒരു കിടാവ് ഉണ്ടെന്ന് എനിക്കറിയാം. എങ്ങനെയാണ് പ്രപ്പോസൽ കിട്ടുമ്പോ അവരോട് എന്താ പറയാ? അപ്പൊ സങ്കടപ്പെട്ടിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ? പിന്നെ അയ്യോ ചേട്ടാ ഫോണൊക്കെ വിളിച്ച് പറയുന്നവരുണ്ടോ അതോ മെസ്സേജ് അയക്കുന്നവര് മാത്രമേ ഉള്ളൂ? ഈ കിടാവിന്റെ ഒരു ഇതെങ്ങനെയാ? വിഷ്ണുവിന്റെ ഈ റീൽസിനോടും വിഷ്ണുവിന്റെ ഈ നെഗറ്റീവ് കമന്റ്സ് കാണുമ്പോ എന്താ കുട്ടി പറയുന്നത്? അവൾക്ക് വലിയ സീനൊന്നുമില്ല. ഇങ്ങനെ കാണിക്കാറുണ്ട്. അത്ര വലിയ ഇത് വരുമ്പോ സ്ക്രീൻഷോട്ട് കാണിക്കും. ഇതൊന്നും ചെയ്യണ്ടായിട്ടാന്നൊക്കെ പറയൂ? അങ്ങനെയൊന്നും പറയില്ല. ഒന്നും പറയില്ല. ഫുൾ സപ്പോർട്ടാണ്. ഈ കുട്ടിയുടെ വീട്ടിലൊക്കെ അറിയോ? വീട്ടിലറിയില്ല. അറിയില്ല. അവനെ നൈസായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കാന്ന്. ഇപ്പൊ എത്ര വയസ്സുണ്ട് വിഷ്ണുവിന്? 25 വയസ്സുണ്ട്. എന്താ ചെയ്യുന്നേ ഇപ്പൊ? അങ്ങനെയൊന്നുമില്ല. നമുക്കൊരു എങ്ങനെ ജീവിക്കുന്നു? ഇപ്പൊ പരിപാടി ഉണ്ട്. എന്ത് പരിപാടിക്കാ പോകുന്നത്? ആനപ്പുറത്ത്. അത് ഞാൻ കണ്ടായിരുന്നു. ആനപ്രേമിയാന്നല്ലേ? ആനപ്പുറത്ത് കൂട്ടുകാരന്റെ പരിപാടി എടുക്കണേ. അവന്റെ കൂടെ എന്നും പരിപാടി ഉണ്ട്. അപ്പൊ അങ്ങനെ പോകും. ഇപ്പൊ ഡിസംബർ ആരെങ്കിലും തുടങ്ങി പിന്നെ മെയ് വരെ ഉണ്ട്. അങ്ങനെ പോവും. അപ്പൊ ഈ മെയ് കഴിഞ്ഞാലാ ഞാൻ അവിടെ ചെറിയ പരിപാടിന്റെ ഓണംകളി പരിപാടി ഉണ്ട് വീടിന്റെ അവിടെ. എന്താ അങ്ങനെ രാമരാവണ യുദ്ധം ഓണത്തിനൊക്കെ അവന്റെ കളി ഡാൻസ് പോലെയാണോ? കൊറേ പരിപാടി ഉണ്ട് അവിടെ. അതിന്റെ പരിപാടി ഇഷ്ടം പോലെ കിട്ടും. അങ്ങനെ ഈ നാടൻ കലാരൂപങ്ങളുടെ ഒപ്പം ഇങ്ങനെ ഒരു വൈബായിട്ട് അങ്ങനെ പോകുന്നു. ആനകളെ ഒരുപാട് ഇഷ്ടമാണോ? പിന്നെ ആനകളെ ഏറ്റവും ഇഷ്ടം രാമനെയാണോ? ഞാൻ 2-3 റീല് കണ്ടായിരുന്നു. ഇപ്പൊ രാമേന്ദ്രനെ പറ്റി പറഞ്ഞ ഇളകാത്ത തൃശ്ശൂരുകാരുണ്ടാ? അല്ല പാറു, ഏതായി പഹയൻ രാമേന്ദ്രൻ? രാഷ്ട്രീയക്കാരനാ? നല്ലടി, തൃശ്ശൂരിൽ വലിയൊരു ആനയാ. അടച്ചോനെ, ഒരാനക്ക് ഇജാതി ഫാൻ ബേസാ? പിന്നല്ല. എന്തുകൊണ്ടാ തെച്ചിക്കോട്ട് രാമചന്ദ്രന് ഇത്ര ഇഷ്ടം? രാജാവല്ലാള് അവിടത്തെ തൃശ്ശൂരത്തെ. അതുകൊണ്ടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആരാ? അത് കഴിഞ്ഞാ കാളിദാസൻ. ചിറക്കൽ കാളിദാസൻ അടിപൊളിയാ. അയ്യപ്പനെ കാണാൻ പോയിരുന്നോ? അയ്യപ്പനെ കാണാൻ പോയില്ല. ഇങ്ങനെ ഈ ആനപ്രാന്ത് മൊത്ത് രാമൻ വരുന്ന സ്ഥലത്തേക്ക് ഓടിപ്പോകുന്ന സ്വഭാവമൊക്കെ ഉണ്ടോ? രാമന്റെ പുറത്ത് കയറിയില്ലേ? അപ്പൊ എന്ത് തോന്നി? അല്ല, കേറാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കേറാറുണ്ട്. എന്നാലും ആദ്യമായിട്ട് അത്രയും ആരാധിക്കുന്ന ഒരു ആനയുടെ പുറത്തൊക്കെ കയറുമ്പോ ഇപ്പോഴൊന്നുമില്ല. അത് കേറിയിട്ടൊരു
5-6-7 കൊല്ലം മുമ്പ് കയറിയ അത്ര ആഗ്രഹിച്ചിട്ട്. ആ അപ്പത്തെ ഒരു ഫീൽ എന്തായിരുന്നു? ജാതിയിലായിരുന്നു, രാജാവിന്റെ പുറത്തല്ലേ ഇരിക്കണേ. ആ ഒരു മാസ് ഫീലിലാണ് ഇരുന്നത്. അപ്പൊ ജാതി ഫീലായിരുന്നു. ഈ ആനയില്ലാതെ ഒരു ഡോറേനെ കാണാറുണ്ട് ഞാൻ റീലില്. ഡോറ എത്ര കാലമായിട്ട് കൂടെ ഉണ്ട്? ഡോറ എന്ന് പറയുന്നത് അവന്റെ നായ്ക്കുട്ടിയാണ്. 3 വർഷമായി. എങ്ങനെയാണ് ഡോറേനായിട്ടുള്ള ഒരു ഇതൊക്കെ എങ്ങനെയാ? അടിപൊളിയാ. പോകുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാറൊക്കെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. അവിടെ തന്നെ വീടിന്റെ അമ്മയ്ക്ക് കൂട്ടായിട്ടുള്ളതാണോ അതോ വിഷ്ണുവിന്റെ ഒപ്പം വന്നോ? അമ്മയ്ക്ക് വെറുതെ അവിടെ ആരും ഇല്ല, പിന്നെ അങ്ങനെ അതാണ് ഡോറയുടെ വിശേഷങ്ങൾ. ഇനി ഞാൻ വിഷ്ണുവിനോട് ഈ കാര്യം ചോദിക്കട്ടെ. ഞാൻ ചില റീലുകളിലെ വിഷ്ണു പാട്ട് പാടുന്ന ഒരാൾ മെയിൻലി പാട്ട് പാടുന്നുണ്ടാവും, വിഷ്ണു സൈഡിൽ നിൽക്കുന്നുണ്ടാവും. വിഷ്ണു പാട്ട് പാടുവാന്നോ അതോ ലിപ്പ് അനക്കുവാന്നോ? വെറുതെ കൂടെ അപ്പൊ ഒന്നൊരു പാട്ട് പാടിത്തരും. പാട്ട് പാടില്ല, അല്ല കൂടെ നിന്നിട്ട് എന്തിനാ അവിടെ പോയി നിൽക്കുന്നത്? ഒരു സപ്പോർട്ട് കൊടുക്കാൻ നിൽക്കുന്നതാണോ? പാട്ട് പുറത്തറിയണ്ടേ? ഒട്ടും പാടത്തില്ല. ഇല്ല, വിഷ്ണു നിന്ന് കഴിഞ്ഞാൽ ആ പാട്ടിന് റീച്ച് കിട്ടുന്നതുകൊണ്ട് വിഷ്ണുവിനെ പിടിച്ച് നിർത്തുന്നതാണോ? അല്ലല്ല, എനിക്ക് അറിയാവുന്ന പാട്ട് എടുത്തിട്ട് കേൾക്കേണ്ട പുറത്ത് അവരുടെ പാട്ടുകള് അവരെ കാണിക്കണ്ടേ. നല്ലൊരു 2 വരി പാടാൻ പറ്റുമോ? ഒന്ന് ശ്രമിച്ചു നോക്ക്. അത്രയ്ക്ക് ചുണ്ടാനക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പാട്ട് അറിയണമല്ലോ, അതുകൊണ്ടല്ലേ ചുണ്ടാനക്കുന്നേ. എന്നാലും നീ ഒന്ന് ശ്രമിക്ക്, ഒരു 2 വരി പാടി നോക്ക്. ഞാൻ കുറെ റീല് കണ്ടിട്ടുണ്ട് വിഷ്ണു പാട്ട് പാടുന്നത്. ഞാൻ വിഷ്ണുവിന്റെ ഇന്റർവ്യൂ എടുക്കാൻ പോവാന്ന് ഇവിടെ പിള്ളേരോടൊക്കെ പറഞ്ഞപ്പോ എന്നോട് അവരൊക്കെ പറഞ്ഞു അവൻ പാട്ട് പാടുന്ന റീല് കാണുന്നതിന്റെ കാര്യം. സോ അവരൊക്കെ എന്നോട് ചോദിച്ചു വിഷ്ണു പാട്ട് പാടുവോ? അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു നോക്കാം. ശ്രമിച്ചു നോക്ക്, പറ്റിയില്ലെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്ത് കളയാം. ആ പാട്. നീ ഒന്ന് പാടി നോക്ക്, സുഖമുണ്ടോ ഇല്ലെന്ന് ഞാനും അവനൊക്കെ പറയും. ഞങ്ങൾ ക്യാമറ ഒക്കെ ഇരിക്കുന്നുണ്ടല്ലോ, ഇവന്മാരൊക്കെ പറയട്ടെ സുഖമുണ്ടോ എന്ന്. ചെമ്പകപ്പൂവഴകേ ചുടു ചുംബന പൂങ്കുളിരേ, നീ മറന്നു വന്ന് പൂനലാവിൻ നിന്റെ പുഞ്ചിരി പൂക്കളിന്ന്. മതി മതി, താങ്ക് യു. പാടാൻ ശേഷിയൊക്കെ ഉണ്ട്, ശ്രമിക്കാവുന്നതാണ്. ഇല്ലെന്ന് തോന്നണേ ഇല്ലേ? ശ്രമിച്ചു. അതെ, അവൻ നിന്റെ കൂട്ടുകാരൻ അവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ട് നമുക്ക് പറ്റുമെന്ന്. പറ്റും. അത് റീല് ചെയ്യണം കേട്ടോ, പാട്ടൊക്കെ പാടിയിട്ട്. പിന്നെ ഇനി ഞാൻ ചോദിക്കട്ടെ, കഞ്ചാവ് വലിക്കാറുണ്ടോ? പരിപാടിയില്ല. വൈബിന് വേറെ എന്തെങ്കിലുമൊക്കെ? ഒന്നുമില്ല. പക്ഷെ നിന്നെ കാണുമ്പോ എല്ലാവർക്കും ഒരു തോന്നല. അതെനിക്ക് തോന്നുന്നു പൊതുവെ മുടി വളർത്തിയവന്മാരെ കാണുമ്പോ ഉള്ളൊരു പ്രശ്നമെന്ന് തോന്നുന്നു. ഇന്ന് വരുമ്പോ വട്ടം വെച്ചു ഷൂട്ടിന് വരുമ്പോഴോ മഫ്തിയില് വന്നിട്ട് ചോദിച്ചു ഇറങ്ങി ചെക്ക് ചെയ്യാനുള്ള മൂഡ് നോക്കി വെച്ചു. വർത്താനം പറഞ്ഞു, അങ്ങനെ ഉപയോഗിക്കില്ല എന്നുള്ള മൂഡ് പറഞ്ഞു. എന്നുള്ള മൂടെ പിന്നെ പോയി. അപ്പൊ നിന്നെ കാണുമ്പോ ഒരു തിരിച്ചറിയാറുണ്ടോ? നീ നിന്റെ വീഡിയോസ് ഒക്കെ കുറെ വൈറലല്ലേ, അപ്പൊ അങ്ങനെ തിരിച്ചറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ? മനസ്സിലാവും. അപ്പൊ അവരെന്താ പറയാ? അങ്ങനെ എന്തെങ്കിലും വളരെ ട്രാജിക് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനത്തെ മാത്രമല്ലോ, ഇങ്ങനെ ഒന്ന് വട്ടം വെച്ചിട്ടില്ലേ, എക്സസൈസ് ആയാലും ഒന്ന് വട്ടം വെച്ചിട്ട് ചോദിക്കും നമ്മള് ഒന്ന് കിട്ടാണ്ടാവുമ്പോ ആൾക്കാരെ അപ്പൊ സങ്കടം തോന്നാറില്ലേ? ആൾക്കാരെ മുന്നേച്ച് എല്ലാവരും കൂടി നിൽക്കുമ്പോഴേ ചിലപ്പോ വന്നിർത്തിട്ട് ചോദിക്കണേ. അവരോട് എന്താ പറയാനുള്ളേ? ഇങ്ങനെ ലൈക്ക് ഇപ്പൊ വിഷ്ണുവിന് മാത്രമുള്ള ഒരു അനുഭവം ആയിരിക്കില്ലേ ഇത്? എനിക്ക് തോന്നുന്നു മുടിയൊക്കെ വളർത്തി കുറച്ച് ഫ്രീക്കായി ഹൈഫൈ ആയി ഒരു ഹിപ്പി ലുക്കിലൊക്കെ നടന്നു കഴിഞ്ഞാൽ കഞ്ചാവാന്ന് പറയുന്നത് സ്വാഭാവിക. അവരോട് എന്താ പറയാനല്ലേ അങ്ങനെ വിചാരിക്കുന്നവരോട്? ഇല്ല, പോലീസുകാരെ മാറ്റി നിർത്താം, അവരുടെ ജോലിയാണെന്ന് വിചാരിക്കാം. ഈ നാട്ടുകാരോട് എന്താ പറയാനല്ലേ? അവരുടെ കണ്ണീര് കാണാല്ലേ ഇതൊക്കെ, എന്തിട്ട് പറയാ? ഒന്നും പറയാനൊന്നുമില്ല. അമ്മയോട് ആരെങ്കിലും വന്ന് പറയാറുണ്ടോ? അല്ല, അങ്ങനെ ഞാൻ എന്റെ അടുത്ത് പറഞ്ഞില്ല കേട്ടോ. അമ്മ എന്റെ അടുത്ത് പറഞ്ഞില്ലേ, അവരിങ്ങനെ പറഞ്ഞു. ചിലപ്പോൾ പറയാണ്ടാവും, പറയുണ്ടാവും, ഇഷ്ടംപോലെ പറയണ്ടാവും വീടിന്റെ അടുത്ത്. വീടിന്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ എങ്ങനെയാ വിഷ്ണുവിനോട്? എനിക്കറിയില്ല, ഞാൻ മിണ്ടാറില്ല അധികം. നീ മിണ്ടാറില്ല? അത് നീ ഒരു മറ്റേ സാധനമാണോ, ഇൻട്രോവേർട്ട് ആണോ? അല്ലല്ല, പിന്നെ അടുത്തുള്ള ഏരിയ മിണ്ടാറില്ലേ. അപ്പൊ കമ്പനിക്കാരൊക്കെ എവിടാ? അവിടെ പുറത്തുള്ള കടികളാ, പുറത്തുള്ള ആൾക്കാരാണ്. അവിടെ നിന്ന് കുറവണം. ഈ നാട്ടില് പരിപാടികൾക്കൊന്നും പോവാറൊന്നുമില്ലേ? അങ്ങനെ പോവാറില്ല. ഒരു ഇൻഫ്ലുവൻസർ എന്ന രീതിക്ക് വിഷ്ണുവിനെ അവരൊക്കെ അംഗീകരിച്ചു തുടങ്ങിയിട്ടുണ്ടോ? എനിക്കറിഞ്ഞൂടാ, അറിയായിരിക്കും. തോന്നാറുണ്ടോ? ഇപ്പൊ തോന്നാറുണ്ട്. നാട്ടിലേക്ക് ഇറങ്ങുമ്പോ ആൾക്കാരൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യും. എന്താ ചോദിക്കാ? പുതിയ റീൽ എന്നാ ഇടുന്ന കരയിലും ചോദിക്കാറുണ്ടോ? ചോദിക്കാറുണ്ട്. അപ്പൊ റീലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. മ്യൂസിക്കൽ ആൽബം ആണ്. മറ്റേ താരക പെണ്ണാലും എല്ലോണ് അവരുടെ 2 പേരുടെ
ആള് ആ ചേച്ചിയുടെ കൂടെയാണ് ചെയ്യുന്നത്. പിന്നെ ജാഫർ ഇല്ലാത്ത ആള് ആ രണ്ടും കൂടെ വന്ന് ചെയ്യുന്നുണ്ട് ഇപ്പൊ. ഓക്കെ. എന്റെ ഷൂട്ടൊക്കെ എന്തായി? പകുതിയുണ്ട്. അപ്പൊ ഇനി ഒരു ആൽബത്തിലൂടെ കുറച്ചും കൂടി ഒക്കെ വൈറലാവാം. ഈ വൈറലാവാൻ വേണ്ടി നടക്കുന്ന ഒരാളാണോ? അങ്ങനെയൊന്നുമില്ല, അത് സന്തോഷത്തിന് വേണ്ടി വീഡിയോസ് ഇടാ. വിഷ്ണു തന്നെയാണോ വിഷ്ണുവിന്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും പോസ്റ്റ് ചെയ്യുന്നതും എല്ലാം? നമ്മുടെ കൂട്ടുകാരന്മാർ ചെയ്ത് തരാറുണ്ട്. ആ അങ്ങനെ പിന്നെ ഞാൻ ആരും ഇല്ലെങ്കിൽ ഞാൻ വെറുതെ ചെയ്തു. ചെയ്യും. എന്താ പഠിച്ചതൊക്കെ എന്താ? 10 വരെ പഠിച്ചോളൂ. പിന്നെ പഠിച്ചില്ലേ? പിന്നെ എന്ത് ചെയ്തു 10 കഴിഞ്ഞിട്ട്? നടന്നു. അതെന്താ അങ്ങനെ പഠിക്കാൻ ലൈക്ക് ഇഷ്ടമില്ലാത്തോണ്ടാണോ പഠിക്കാൻ? അത് പഠിച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നിയിട്ടാണോ? അങ്ങനെയൊന്നുമില്ല. അപ്പൊ എനിക്ക് തോന്നി വേണ്ട മതിന്ന് വെച്ചു. അപ്പൊ അമ്മയൊന്നും പറയാറില്ലേ? അമ്മ നിന്റെ ഇഷ്ടം തന്നെ ചെയ്യാൻ പറഞ്ഞു. നല്ല സപ്പോർട്ടീവായ ഒരമ്മ അല്ലേ? എന്റെ അമ്മയ്ക്കാണെങ്കിൽ തല്ലിക്കൊന്നിട്ടുണ്ടാവും എന്നെ. അമ്മ ഒന്നും പറയത്തൊന്നുമില്ല, നിന്നെ പുഷ് ചെയ്തിട്ടൊന്നുമില്ല പഠിക്കാൻ വേണ്ടിട്ട്? 10ാം ക്ലാസ് വരെ എങ്ങനെ പോണം അത് പറഞ്ഞിട്ടുണ്ട്. 10ാം ക്ലാസ് വരെ പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ലേ? പിന്നെ അത് അടിപൊളിയായിട്ട് പോയേ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ സ്കൂളിൽ പഠിക്കുക അല്ലെങ്കിൽ കോളേജിൽ പോവാന്നൊക്കെ പറയുമ്പോ ഒരു വൈബല്ലേ അത്? പഠിക്കുന്നതിലുപരി ഇപ്പഴാ മനസ്സിലാവണത്. ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ട് അപ്പൊ പോവാത്തത്. അപ്പൊ ഇനി പഠിക്കാൻ ശ്രമിച്ചൂടെ? കോളേജ് ലൈക്ക് +1 +2 നമുക്ക് ഇത് എഴുതിയെടുക്കാലോ. അതിനെ കുറിച്ചൊക്കെ ആലോചിച്ച് നോക്കിക്കൂടെ? അത് കഴിഞ്ഞ് കോളേജിലൊക്കെ പോയി വൈബായി നടക്കാലോ. അത് വേണ്ടേ? കൂട്ടുകാരൊക്കെ എങ്ങനെയാ? അവര് ചോദിക്കാറില്ലേ വിഷ്ണുനോട് പഠിച്ചൂടെ ചോദിക്കാറൊന്നുമില്ലേ? പണിക്ക് പോവാൻ പറയാറില്ലേ? പറയാറുണ്ട്. അപ്പൊ നീ എന്ത് പറയും? കുഴപ്പമൊന്നുമില്ല, എനിക്ക് ജീവിക്കാനുള്ളത് നീ ഉണ്ടാക്കുന്നുണ്ട്, അതിൽ അമ്മയും ഹാപ്പിയാണ്. അത് മതി. ഒരു ഹാപ്പിനെസ് നോക്കി ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ കുറച്ചു നേരമായി ശ്രദ്ധിക്കുന്നു, മൊത്തത്തിലൊരു എനക്കുവാ എന്ന് പറയുമ്പോഴോ അതെപ്പോഴും അങ്ങനെയാണോ? എപ്പോഴും അങ്ങനെയുള്ള. എത്ര ടാറ്റു ഉണ്ട്? ഇതിലേക്ക് എങ്ങനെ തോന്നുമ്പോ ടാറ്റു അടിക്കാണോ? പുറം ഫുള്ളുണ്ട്. എന്തിന്റെയാ? കഥകളിയും തെയ്യവും. കാണിച്ചു തരാവോ ഞങ്ങക്കത്? തുടങ്ങിയിട്ടുള്ളോ? തുടങ്ങി. അതിപ്പോ ആരാ അടിക്കുന്നേ? ഇപ്പൊ ഇപ്പൊ എത്ര സമയം എടുക്കും അത് പൂർത്തിയാവാൻ? അത് ഇപ്പൊ കഥകളി മാത്രം പൂർത്തിയുള്ളൂ, ഇനി അടുത്തത് തെയ്യം. അതാ എങ്ങനെയാ? ഐ മീൻ ഒരു വട്ടം പോയിട്ട് ഒരു സാധനം അടിച്ചിട്ട് വരും, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെയാണോ? അത് ഒറ്റ സ്ട്രെച്ചിന് അടിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ? ഫുൾ പുറത്ത് മൊത്തം. ഇവിടെ കയ്യിലൊക്കെ എന്താ? എന്താ? അസ്ഥികൂടത്തിന്റെ. അസ്ഥികൂടോ? ഹൊററാണോ ഈ കയ്യില്? കയ്യിലൊന്നുമില്ല, വെറുതെ. തൃശ്ശൂർ പ്രേമിയാണ്. നെഞ്ചിനകത്ത് ലാലേട്ടൻ ഒളിച്ചിരിപ്പുന്നുണ്ട്. ലാലേട്ടൻ ഫാനാണ്. ഇപ്പൊ ലാലേട്ടന്റെ സിനിമയ്ക്ക് പൊട്ടയായി പോകുന്ന തോന്നുന്നുണ്ടോ? തോന്നുന്നില്ല. കുറച്ചധികം എന്നുവെച്ചാൽ പഴയ ലാലേട്ടനെ മിസ് ചെയ്യുന്നുണ്ടെന്ന് ലാലേട്ടനെ സ്നേഹിക്കുന്നവരെല്ലാരും പറയുന്നുണ്ട്. മിസ് ചെയ്യുന്നു തോന്നാറില്ലേ? ആ പ്രതീക്ഷയിലാണോ? പിന്നെ പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ലാലേട്ടനേക്കാൾ ഒരു പടി മുന്നിലേക്ക് മമ്മൂക്ക ചാടി പോകുന്നില്ലേ? മമ്മൂക്കനെ ഇഷ്ടമാണോ? ഈ പുതിയ നടന്മാരിൽ ആരെയൊക്കെയാ ഇഷ്ടം? അങ്ങനെ പ്രത്യേകിച്ച് അധികം സംസാരിക്കത്തില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ് കൂടുതൽ എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ എല്ലാത്തിനും 2 വാക്കിൽ പറഞ്ഞു നിർത്തുവോ? എന്തിനെ കുറിച്ചിട്ടാ കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടം? അങ്ങനെയൊന്നുമില്ലേ? അങ്ങനെയുമില്ല. ഇപ്പൊ ഈ ഒരു പ്രണയം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, എത്ര കാലമായി? 5 വർഷമായി പ്രേമിക്കാൻ തുടങ്ങിയിട്ട്. ആ കുട്ടി എന്ത് ചെയ്യുന്നു? കുട്ടി പഠിക്കുന്നുണ്ട്. എത്രാം ക്ലാസ്സിലാ? ഐ മീൻ കോളേജിലാണോ? കോളേജിലാണ്. എങ്ങനെയാ കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാവുന്നതൊക്കെ? ഞാൻ തന്നെ അങ്ങോട്ട് പോയിട്ട് പ്രപ്പോസ് ചെയ്തതാണോ? അങ്ങനെ പോയി കുറച്ചധികം കഷ്ടപ്പെട്ടിട്ട് വളച്ചെടുത്തതാണോ? ഇപ്പൊ വീട്ടിലൊക്കെ നിന്റെ വീട്ടിലൊക്കെ അറിയില്ലേ? നിന്റെ വീട്ടിലും അറിയില്ല, സീക്രട്ട് ആണ്. പക്ഷെ ഇന്റർവ്യൂലൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ അറിയത്തില്ലേ? അമ്മേനെ ഇതൊന്നും കാണിക്കത്തൊന്നുമില്ല. ഇല്ല. അമ്മേനെ വീട്ടിലൊരു കണക്ഷൻ എങ്ങനെയാ? അച്ഛൻ എന്താണ് മരിച്ചു പോയതാണ് കുട്ടിയാവുമ്പോ തന്നെ? ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അച്ഛനും മാമനും കൂടി ട്രെയിനിട്ട് മരിച്ചതാ. ആണോ? വീടിന്റെ അവിടെ. ഓക്കെ. പിന്നെ അതിന് ശേഷം അതിന്റെ ഒരു സ്ട്രഗിൾ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ വിഷ്ണുവിന്? അച്ഛനെ ഫുള്ള് സപ്പോർട്ടാള്. അച്ഛൻ വിഷ്ണുവിനെ പോലെയാണോ? വൈബാണോ? എല്ലായിടത്തും കൊണ്ടുപോകും. അച്ഛന്റെ കൂടെ നടന്നിട്ടാണോ യാനപ്രയമൊക്കെ കൂടിയത്? അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ?
ഇല്ല, ആളെല്ലായിടത്തും കൊണ്ടുപോകും. സിനിമയായിരുന്നു ഫുള്ള്, ആഴ്ചയിൽ ഇങ്ങനെ സിനിമ കൊണ്ടു. അപ്പൊ അച്ഛന്റെ കൂടെ കടന്നിട്ടാണ് ഈ മോഹൻലാൽ പടങ്ങളൊക്കെ കണ്ടൊരു ഫാൻ ആയിട്ടുണ്ടാവുക. അത്രയുള്ളൂ. ഇപ്പൊ നമ്മള് പൊതുവെ നമുക്ക് പറയാറുണ്ടല്ലോ, ഈ ആൺകുട്ടികൾ എന്ന് പറയുമ്പോ ജോലിക്ക് പോകണം, വീട് നോക്കണം, കുറെ ഉത്തരവാദിത്തം, ഞങ്ങൾ പെൺകുട്ടികളെക്കാൾ ഉത്തരവാദിത്തം കൂടുതലാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനത്തെ ഒരു പ്രഷറൊക്കെ ഉണ്ടാവാറുണ്ടോ? അമ്മ ചോദിക്കാറുണ്ടോ വല്ല പണിക്കും പോടെ ഇതൊക്കെ നിർത്തിയിട്ട്? പിന്നെ പറയാറുണ്ട്. അപ്പൊ എന്താ പറയാ മോട്? പണിക്ക് പോവാം. ഇനി എവിടേക്കാ നിക്കുന്നേന്ന് ചോദിക്കില്ലേ? പോവും. ഇങ്ങനെ പിന്നെ പരിപാടിയുള്ള കാരണം ഇതിന്ന് കുഴപ്പമില്ലല്ലോ, വരുമാനമുള്ള കാരണം കുഴപ്പമില്ല. ഞാൻ തല്ലിവിടാറില്ലേ. അമ്മ വേറെ ജോലിക്കൊക്കെ പോകണ്ടോ? അമ്മയുടെ വീട് നോക്കാൻ പോണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഈ മുടി എന്ന് വെട്ടും വിചാരിച്ചല്ലേ വെട്ടാൻ. പ്ലാനേ ഇല്ലേ വെട്ടാൻ? ഇനി ഇത് വളർന്ന് എന്താവും? ഇതിപ്പോ ഇങ്ങനെ ചെയ്തതിനു ശേഷം ഇത് നീളം വെക്കുന്നുണ്ടോ? ഇവിടുന്ന് ഇങ്ങനെ വളരുന്നുണ്ട്. ഇവിടുത്തെ മുടി ഇപ്പൊ നിന്റെ നോർമൽ ഹെയർ ആണ് മുകളിലുള്ളത് അല്ലേ? ഹെയർ നോർമൽ അല്ലേ, തലയിൽ ചെറിയ സീമ നമുക്ക് കട്ട് ചെയ്തെടുത്തുണ്ടായി കുറെ മുടി. എന്താ പറ്റിയ തലയ്ക്ക്? തലയില് ഫുള്ള് ജട പിടിച്ചു, ഉള്ളില് മൊത്തമായിട്ട്. ഹെയറില് ഇവിടെ തലോട്ടി നൈസായിട്ട് ജട പിടിച്ചു. അത് കട്ട് ചെയ്ത് എടുത്തപ്പോ ഒരു ഞളക്കം പോലെ തലയുടെ ഇത് ടാസ്കിലേക്കൊക്കെ ചാടി പോകുന്നുണ്ടല്ലോ വര പോലെ. എന്നിട്ട് ഡോക്ടറെ കണ്ടോ? ഡോക്ടറെ ഒന്നും കണ്ടില്ല. അതിങ്ങനെ ജട അങ്ങനെ കട്ട് ചെയ്തെടുത്ത് കളഞ്ഞിട്ട് രണ്ടാമത് ഇത്തിരി ഇതാക്കിയിട്ട് ജോയിന്റ് അടിച്ചതാ. ഇടയിലത്ത് മുടി പോയിപ്പോ കട്ട് ചെയ്തെടുത്തത്. ഓക്കെ, ഈ മുടിയൊക്കെ ഇനി നീ ഇങ്ങനെ തന്നെ ആക്കോ ഇവിടുന്നൊക്കെ? അപ്പൊ അതെങ്ങനെയാ? ഈ കരീബിയൻ ആ ഒരു റീല് ഞാൻ കണ്ടായിരുന്നു. ആ ഒരു മൂഡിലേക്ക് മാറാനാണോ നിന്റെ ഒരു ഉദ്ദേശം? ഇല്ല, വെറുതെ ഇങ്ങനെ റേറ്റ് പിടിച്ച് മൊത്തത്തിൽ ഇങ്ങനെ വൈബാക്കി ഇങ്ങനെ പോവാന്നുള്ളത് തന്നെയാണ്. ഈ കുഞ്ഞുനാളിലൊക്കെ നമുക്ക് ഇങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, ടീച്ചർ ആവണം, അങ്ങനെ വല്ല ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? അന്ന് മുതലേ നീ വൈബിലാണോ? ചെറുപ്പത്തിൽ ആഗ്രഹമായിട്ടൊന്നുമില്ല. സങ്കടങ്ങൾ വരുമ്പോ എന്താ ചെയ്യാറ്? എന്താ ചെയ്യാ? കരഞ്ഞു തീർക്കും. അല്ല, ഞാൻ ചോദിക്കുന്നത് നീ എപ്പോഴും ഇങ്ങനെ ജോളി ആയിരിക്കുന്നതാണ്. ഞാൻ നിന്റെ എല്ലാ ഇന്റർവ്യൂവും കാണുന്നത് എന്ത് പറയാൻ 4 വൈബ് ആ ഒരു മൂഡിലാണ് നീ നടക്കുന്നത് മൊത്തത്തില്, അല്ലെ? നിന്റെ വീഡിയോസിലും അങ്ങനെയാ. സോ ഞാൻ ആ ഒരു പെർസ്പെക്റ്റീവില് നിന്നെ ചിന്തിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ. വിഷമം ഉണ്ടെങ്കിലും ആ ഒരു വൈബ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരാളാണ്. ഏറ്റവും കൂടുതൽ ഇപ്പൊ അടുത്ത് സങ്കടം തോന്നിയ ഒരു കാര്യം എന്താ? ഈ ട്രോളുകൾ ഒരു കുന്നായി അതില് മറ്റേ വിക്കി തകിന്റെ ട്രോള് നൈസായിട്ട് പറഞ്ഞത് പുള്ളി തെറിയടാ പറഞ്ഞ. നീ നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടില്ല ഇവരോടൊക്കെ ചോദിക്കണം എന്തിന്റെ പേരില എന്നെ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കണം തോന്നാറില്ലേ? തോന്നിയിട്ടില്ല. പറയട്ടെ, അവരുടെ വായോണ്ട് അവര് പറയുന്നല്ല, എന്നിട്ട് ചെയ്യാ. എന്നാലും നിന്റെ ഈ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് ശരിക്കും വലിയൊരു കാര്യമാണ്. കാരണം നിന്റെ പകുതി കേട്ട നീ കേൾക്കുന്നതിന്റെ പകുതി ട്രോളുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ വരെ ആൾക്കാർ ചിന്തിച്ചു പോകുന്ന അവസ്ഥയിലേക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിനക്ക് അങ്ങനെ വല്ല തോന്നലൊക്കെ വരാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല, മൈൻഡ് ചെയ്യാറില്ല. ഈ പോസിറ്റീവായിട്ട് മെസ്സേജ് അയക്കുന്നവരുണ്ടോ? എന്താ പറയാറ്? സപ്പോർട്ട് എന്നിട്ട് വീഡിയോ നിർത്തരുത്, വീഡിയോ പിന്നെ കളരെഴുത് രാമൻകുട്ടി എന്നൊക്കെയാണ് കാണുമ്പോ അങ്ങനെ പറയും. ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോണം, നിർത്തി തോറ്റു എന്നുള്ള ആ ഒരു വാശി തന്നെയാണ് വിഷ്ണുവിന്. നിർത്തില്ല. കൂട്ടുകാരൊക്കെ എന്നാ പറയുന്നേ? കൂട്ടുകാർ സപ്പോർട്ടല്ല, അതിനും സപ്പോർട്ടാണ്. ഏറ്റവും കൂടുതൽ ഒരു സപ്പോർട്ട് പോയിന്റ് ആയിട്ട് തോന്നിയത് ആരെയാണ്? കൂട്ടുകാരന്മാരെല്ലാവരും സപ്പോർട്ടാ. കൂട്ടുകാരന്മാരാണോ ഗേൾ ഫ്രണ്ട് ആണോ? ഇല്ല, കൂട്ടുകാരന്മാര് സപ്പോർട്ടാ. കൂട്ടുകാരന്മാര് തന്നെയാണ്, ചങ്ക് ബഡീസ് പോലെ ഓണായിട്ട്. അതെ, ഇപ്പൊ ഇനി പൂരക്കാലൊക്കെ കഴിഞ്ഞാ ഓണക്കളിയിലേക്ക്. അത് എന്താന്ന് എനിക്ക് കൃത്യമായി മനസ്സിലായില്ല. ഡാൻസ് പോലെ എന്തെങ്കിലും ചാലക്കുടി, ഇരിഞ്ഞാലക്കുട, അങ്ങനെ ഇവിടെ അങ്കമാലി വരെ, അങ്ങനെ അവിടുന്ന് തൃശ്ശൂരാ ഫുള്ളില്ല, കൊടുങ്ങല്ലൂർ അങ്ങനെ പകുതിയുള്ളോ. രാമരാവണ യുദ്ധം മറ്റേ എഴുതിയിട്ട് യുദ്ധങ്ങളുടെ കഥയില്ലേ, അത് പാട്ടാക്കിയിട്ട് പാടുവോ? അപ്പൊ അത് പാടാൻ അറിയോ നിനക്ക്? ഇല്ല, അത് പാടിയിട്ട് കളിക്കുന്നത്. എന്നുവെച്ചാ വേറൊരാൾ പാടും, നിങ്ങൾ ഡാൻസ് കളിക്കും. അങ്ങനെ അപ്പൊ ഡാൻസ് കളിക്കും നീ? ഞാൻ ചോദിച്ച ഡാൻസ് കളിക്കാൻ ഞാൻ പറയില്ല, നീ പേടിക്കണ്ട. അങ്ങനെയാന്ന്. ഞാൻ ചോദിക്കട്ടെ, ഈ ഇങ്ങനെ പുറത്ത് പരിപാടികൾക്കൊക്കെ പോകുമ്പോ തിരിച്ചറിയാറുണ്ടോ ആൾക്കാര്? പിന്നെ അപ്പൊ എന്താ വന്ന് സംസാരിക്കുവോ? ഞാൻ കാണാറുണ്ട്, ചില വീഡിയോ കാണാറുണ്ട് അവിടെ നിന്നൊക്കെ.
എന്ത് മെൻഷൻ ചെയ്തിരുന്നത് സ്റ്റോറികള്. നിന്നെ കണ്ടത് മെൻഷൻ ചെയ്തിട്ടിരുന്നേ? ആ അതോ ചീത്ത വിളിയാണോ അതോ നല്ല ഇല്ല, നാളെ തിരുവനന്തപുരത്ത് പോയപ്പോ കൊറേ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടു. ആണോ? അപ്പൊ സന്തോഷം തോന്നാറുണ്ടോ? പിന്നെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇപ്പൊ സന്തോഷം തോന്നുന്ന ഒരു കാര്യം എന്താ? ആൾക്കാര് ഒന്ന് സെൽഫി മൂടൊക്കെ എടുക്കാറുണ്ട്. ആഹാ, ഇപ്പൊ കൊറേ ഇന്റർവ്യൂസ് വരുന്നുണ്ട് വിഷ്ണുവിന്റെ. അപ്പൊ വിഷ്ണുവിൽ എന്തോന്ന് കണ്ടിട്ടാണല്ലോ ഇപ്പൊ ഞാനടക്കം ഒരുപാട് പേര് വിളിക്കുന്നേ. അപ്പൊ തോന്നാറില്ലേ ഈ ചെയ്യുന്നത് നല്ല, ലൈക്ക് ഞാൻ പോകുന്നത് ശരിയായ ഒരു ട്രാക്കിലാണെന്ന് തോന്നാറുണ്ടോ? ആ ഈ കൂട്ടുകാരൊക്കെ എന്താ പറയാ ഇന്റർവ്യൂവിനൊക്കെ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞാ? അവരൊന്ന് പോയിട്ട് വരാൻ പറയും. അല്ല കുഴപ്പമില്ല, വേറെ ഒന്നും പറയില്ലേ, നല്ലതല്ലേ. നല്ലത് തന്നെ. ശരി, എന്തായാലും ഒരുപാട് നന്ദി. പിന്നെ നീ കുറച്ചുകൂടി വർത്താനം പറയാൻ പഠിക്കണം കേട്ടോ. നിന്നോട് ചോദ്യം ചോദിച്ചാൽ എനിക്ക് വയ്യാണ്ടായി. ശരി, ഇനിയും മുന്നോട്ട് പോവാ ഇതുപോലെ തന്നെ പോസിറ്റീവായിട്ട്. കാണാം.